ഇന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ വിളിച്ചു ചേർത്തത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ബഹുമാന്യനായ തൃശ്ശൂർ MP സുരേഷ് ഗോപി ഇന്ന് നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM വിജയിപ്പിച്ചതിനുള്ള നന്ദി സൂചകമായുള്ള പ്രസ്താവനയാണ് എന്നാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാൻ. അദ്ദേഹത്തിൻ്റെ വിജയത്തിനെ അദ്ദേഹം പിണറായി വിജയനെ മുഖ്യമന്ത്രിക്ക് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുക. പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് വിശ്വാസികൾക്കും തൃശ്ശൂർ ജനതയ്ക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പോലീസിന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ദേവസ്വങ്ങളാണ് ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയും. ഈ കാര്യത്തെ സംബന്ധിച്ച് അന്ന് പരസ്യമായി പ്രതികരിച്ച അന്നത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശ്രീ VS സുനിൽകുമാർ, അദ്ദേഹം അത് ജില്ലാ കളക്ടറാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് പിന്നീട് പ്രതികരിച്ച റവന്യൂ മന്ത്രി K രാജൻ ഇത്തരത്തിൽ റിപ്പോർട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട MP സുരേഷ് ഗോപി പറയുന്നത് കഴിഞ്ഞ വർഷം പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായി പറയുന്നു അത് ഉദ്യോഗസ്ഥരുടെ അപക്വമായ ചില നടപടികൾ മാത്രമാണ് എന്ന്. അത്തരത്തിലുള്ളൊരു കാര്യം റിപ്പോർട്ടിൽ വന്നില്ല എന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി പറഞ്ഞ് നിങ്ങളാരും മുഖ്യമന്ത്രിയെ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ തനിക്ക് തൻ്റെ വിജയത്തിനെ അന്ന് കളമൊരുക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള നന്ദി സൂചകമായി ഉള്ള പ്രസ്താവന മാത്രമായിട്ടാണ് കണക്കാക്കുവാൻ സാധിക്കുക. ഇതിലൂടെ ഈ തെരഞ്ഞെടുപ്പ് വിജയം, അന്നത്തെ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് CPM BJPയുടെ ഒരു ബായ് ആയുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഉള്ള കാര്യത്തിന് ഇനി ഇതിൽ വിട്ട് തെളിവ് വേണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തൃശ്ശൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ച്, തൃശ്ശൂരിലെ മതേതര വിശ്വാസികളെ സംബന്ധിച്ചൊക്കെ ഇതിലെന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള താല്പര്യം. രണ്ടു കൂട്ടരും കൈ കഴുകി സംസാരിച്ച് ഇത് ദേവസ്വങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമമെന്നുണ്ടെങ്കിൽ അത് തൃശ്ശൂരിൽ വില പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അല്ല, സുനിൽകുമാർ പറയുന്നത് ജില്ലാ കളക്ടർക്കാണെന്നാണ്. അപ്പോൾ BJP നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അത് രാജനിട്ട് വെച്ച പണിയാണെന്നാണ്. മന്ത്രി രാജൻ പറയുന്നു ഇങ്ങനെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ലെന്ന്. ബഹുമാനപ്പെട്ട MP പറയുന്നു അപക്വമായ നടപടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, പക്ഷെ അത് പോലീസ് റിപ്പോർട്ടിൽ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ആരാണ് അതിൻ്റെ ഉത്തരവാദി? ഇത് സംഭവം നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് സംഭവിച്ചത് എന്നും ഒക്കെ അറിയാം. ഇത് ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ CPM ഉണ്ടാക്കിയെടുത്ത, പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയെടുത്ത വലിയൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആ സംഭവം നടന്നതെന്നും ശ്രീ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഇടയാക്കിയതെന്നും പകൽ പോലെ സത്യമാണ്.